ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് കണ്ടു. അതായത് ഈസ്റ്ററിന്റെ സമയത്ത് ബിവറേജ് കോർപ്പറേഷന്റെ അലമാര മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞിരിക്കും. അതിന്റെ അടിയിൽ മാവേലി സ്റ്റോറിന്റെ അലമാര ഒന്നുമില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങനെ IC യൂണിറ്റിൽ വെച്ച് അപമാനിക്കപ്പെട്ട കൊടിയും കെട്ടി വീട്ടിൽ പോകാൻ പറയുമോ? നിങ്ങൾ ഉപദേശിക്കുക. ഇവരൊക്കെ എന്തൊരു മനുഷ്യരാണ്. മനുഷ്യത്വം മരവിപ്പിച്ചു പോയ ആളുകൾ, അധികാരത്തിന്റെ അഹങ്കാരം നിലയ്ക്ക് പിടിച്ച ആളുകൾ. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മുമ്പിൽ മുട്ടുമടക്കിയില്ലേ? മടക്കേണ്ടി വന്നില്ലേ? എന്താ ചെയ്തത്? ആദ്യം ന്യായീകരിക്കുക. ചെടിച്ചട്ടി വെച്ചും കമ്പിവടി വെച്ചും തല്ലിയാൽ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, തുടരണം എന്ന് പറയുന്ന ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രി. ഇയാളെ അധികാരത്തിന്റെ കസേരയിൽ നിന്ന്, ഈ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള സമരമാണ് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതിപ്പോ BJP തോപ്പിക്കുമെന്ന് പറയണം. ആകെ മത്സരിക്കുന്ന 18 സീറ്റിലും. എന്റെ CPM-കാര് ഇന്ത്യയിൽ 540 സീറ്റുണ്ട്. ഇത്രമാത്രം അവഗണനയും ക്രൂരതയും കാണിച്ചിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഇവരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മുഖ്യമന്ത്രി രാവിലെ പറഞ്ഞത് കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്നാണ്. ധനകാര്യമന്ത്രി പറയുന്നത് അടുത്ത മാസം ശമ്പളം കൊടുക്കും എന്നാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ധനകാര്യമന്ത്രി പറയുന്നത് അടുത്ത മാസം ശമ്പളം കൊടുക്കുമെന്ന്. ഇതിനു മുമ്പ് ഏതെങ്കിലും ധനകാര്യമന്ത്രിമാർക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടോ? അടുത്ത മാസം ശമ്പളം കൊടുക്കും. എനിക്ക് തോന്നുന്നില്ല കൊടുക്കാൻ പറ്റുമെന്ന്. അത്രയും വലിയ പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തർക്കവും ഇല്ല, ഒരു ബഹളവും ഇല്ല. ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജീവനക്കാരുടെ DA കൊടുക്കാത്തത്? ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 2% തരാമെന്നാണ്. അത് മെയ് മാസത്തിൽ. ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ എന്തുവേണേലും പറയാലോ. അപ്പൊ ഇലക്ഷന് മുമ്പുള്ള ഒരു അഭ്യാസമാണ് 2% തരാം. മെയ് മാസം ആകുമ്പോൾ ശമ്പളം കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എങ്ങനെ 2% തരുന്നത്? പിന്നെ ബാക്കി 19% എവിടെ പോയി? അതില്ല, അത് റദ്ദാക്കിയ. അല്ലെ, ഒരു തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണ്ടേ, വ്യക്തത വേണ്ടേ? 21% DA കിട്ടാനുള്ള DA കുടിശ്ശിക. 21%-ൽ 2% മെയ് മാസത്തിൽ തരും എന്ന് പറയുമ്പോൾ ബാക്കി 19% എന്ത് ചെയ്യുമെന്ന് പറയണ്ടേ? അത് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പറയാത്തത്? എന്താണ് ഈ തെരഞ്ഞെടുപ്പായപ്പോൾ അതിനോടുള്ളൊരു ഗൗരവം, ആളുകളുടെ പ്രതിഷേധം, അമർഷം ഒന്ന് തണുപ്പിച്ച് കളയാമെന്ന് കരുതി വെറുതെ ഒരു 2% പറഞ്ഞാണ്. നിങ്ങളെ കബളിപ്പിക്കാൻ പറഞ്ഞതാണ്, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ തരാനാണെങ്കിൽ 2% പോരല്ലോ തന്നു കഴിഞ്ഞാൽ. ഇപ്പം എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്? ഒരു ഓഫീസ് അറ്റൻഡന്റിന് 1,09,000 രൂപയുടെ, അല്ലെ, അത് ചില്ലാൻ രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഒരു ക്ലാർക്കിന് 1,15 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. അതിന്റെ മീതെയുള്ള ആളുകൾക്ക് അങ്ങോട്ട് പോയാൽ 2 ലക്ഷത്തിന്റെ മീതെയൊക്കെ പോകും നഷ്ടം എല്ലാവർക്കും. അത്രയും പൈസയാണ് സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും പൈസ. ലീവ് സറണ്ടർ പുനഃസ്ഥാപിച്ചോ? പുനഃസ്ഥാപിച്ചില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടിയോ? കിട്ടിയിട്ടില്ലല്ലോ. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4 ഉണ്ട്, 2 ഇനിയും കിട്ടാനുണ്ട്, അല്ലേ? ഇനി 2 കിട്ടാനുണ്ട്. ഇതടക്കമുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ, മെഡിസപ്പിന്റെ വിഷയം അതുപോലെ തന്നെ ബാക്കി നിൽക്കുകയാണ്. ഒരു തീരുമാനവും ആയിട്ടില്ല. അത് ആർക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ മെഡിസപ്പ് പോവുകയാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ 2% എന്ന് പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവനക്കാരെ കബളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവരെ കൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല. 40,000 കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിന് ജീവനക്കാരോടും അധ്യാപകരോടും പെൻഷൻകാരോടും എല്ലാം ഉള്ളത്. 16,000 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തകർന്നു. ആശുപത്രിയിൽ മരുന്നില്ല. എന്താ, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മരുന്ന് സപ്ലൈ ചെയ്ത ആളുകൾക്ക് പൈസ കൊടുത്തിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് കണ്ടു. അതായത് ഈസ്റ്ററിന്റെ സമയത്ത് ബിവറേജ് കോർപ്പറേഷന്റെ അലമാര മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞിരിക്കും. അതിന്റെ അടിയിൽ മാവേലി സ്റ്റോറിന്റെ അലമാര ഒന്നുമില്ല. സത്യമല്ലേ? മാവേലി സ്റ്റോറിൽ ഒന്നുമില്ല. ഒരു സാധനവും മാവേലി സ്റ്റോറിലില്ല. കാരണം എന്താ? സപ്ലൈകോയിൽ അത് വിതരണം നടത്തിയവർക്ക് 8 മാസമായി പണം കൊടുക്കാനുള്ളത്. ഇനി ആത്മഹത്യ ഉണ്ടാവും. ആ രീതിയിലേക്ക് അത് പോവുകയാണ്.
സ്കൂൾ പൂട്ടിയത് നന്നായി, ഇല്ലെങ്കിൽ ഉച്ചകഞ്ഞി മുടങ്ങിയത്, ഇല്ലെങ്കിൽ പ്രധാന അധ്യാപകരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് അവരാണ് 5 മാസം പൈസ പ്രധാന അധ്യാപകർക്ക് കൊടുക്കാനുണ്ട്. പ്രധാന അധ്യാപകരുടെ വീട്ടിൽ പട്ടിണിയാണ് പിള്ളേർ. കാരണം അവർക്ക് പിള്ളേർ കൊടുക്കേണ്ട പൈസയാണ്, ശമ്പളം എടുത്തവരെയാണ് പ്രധാന അധ്യാപകർ ചെലവാക്കിയിരിക്കുന്നത്. എന്നിട്ടും ഇത്രമാത്രം കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. നവകേരള സദസ്സ് നടത്തിയ മുഖ്യമന്ത്രി, എല്ലായിടത്തും ചെന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞു 57,600 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ടോ. അതൊരു കെട്ടുകഥയാണ്. അപ്പൊ ഞങ്ങളത് നിയമസഭയിൽ കൊടുത്തു. ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയി കേരള ഗവൺമെന്റ്. ഞാൻ കൊടുത്ത റിട്ട് പെറ്റീഷൻ അരിച്ചു പറക്കി വായിച്ചു നോക്കി. എവിടെയെങ്കിലും ഒരു സെന്റൻസ് ഞങ്ങൾക്ക് കേന്ദ്രം 57,600 കോടി തരാണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. ഇവിടെ പ്രസംഗിച്ചതല്ല സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞത്. സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞത് കടമെടുക്കാനുള്ള പരിധി 3% അത് വർദ്ധിപ്പിച്ചു തരണം. ആർട്ടിക്കിൾ 293(2) അനുസരിച്ച്, ഭരണഘടനയുടെ അനുസരിച്ച് സംസ്ഥാനത്തിന് അധികാരമുണ്ട്. അതുകൊണ്ട് അങ്ങനെ കേന്ദ്രത്തിന് നിയന്ത്രിക്കാൻ പാടില്ല. കേന്ദ്രത്തിൽ നിന്ന് എത്ര പണം തരാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതെങ്ങനെയാണെന്ന് 57,600 കോടി. ഞാൻ ഒരു ഉദാഹരണം പറയാം, കണക്കാണ്. GST കോമ്പൻസേഷൻ കൊടുക്കും എല്ലാ സംസ്ഥാനത്തും. വാറ്റ് വന്നപ്പോഴും ഉണ്ടായിരുന്നു. പാർലമെന്റ് പാസ്സാക്കിയ നിയമം 5 കൊല്ലത്തേക്ക് റവന്യൂ ന്യൂട്രൽ റേറ്റ് 14ആണ്. അതായത് 14% വരെ നികുതി വരുമാനത്തിന്റെ വർധനവില്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കും കേന്ദ്ര ഗവൺമെന്റ്. 5 കൊല്ലത്തേക്ക് കൊടുക്കും. 5 കൊല്ലം കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഇല്ല. അപ്പൊ ഇവരുടെ കണക്കെന്താ അറിയോ? 5 കൊല്ലം കഴിഞ്ഞു, 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ 12,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ. 5 കൊല്ലമുള്ള പാർലമെന്റ് പാസ്സാക്കിയ നിയമം. 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ കടമെടുപ്പ് പരിധി കേരള നിയമസഭ പാസ്സാക്കിയതാ 3%. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുമായിരുന്നുവെങ്കിൽ 8,000 കോടി വേറെ. അപ്പൊ 20,000 ആയ. പിന്നെ 14ാം ധനകാര്യ കമ്മീഷനെയും 15ാം ധനകാര്യ കമ്മീഷനെയും നമ്മൾ താരതമ്യപ്പെടുത്തും. അതിനേക്കാൾ പൈസ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവ് വയ്ക്കും. ഇവരെങ്ങനെ വരിക? 10ാം ധനകാര്യ കമ്മീഷനിൽ ഇത്ര രൂപ ശതമാനം കിട്ടി, ഇപ്പൊ ഇത്ര കിട്ടി, അതിന്റെ വ്യത്യാസം 21,000 കോടി. 10ാം ധനകാര്യ കമ്മീഷൻ എത്രയിലാണെന്നറിയാമോ? 95. അപ്പൊ കൊട്ടക്കണക്കാണ്. ജനങ്ങളെ പറ്റിക്കാൻ ഉണ്ടാക്കിയ കെട്ടുകഥയാണ്. കെട്ടുകഥ CPM കേന്ദ്രത്തിൽ ഉണ്ടാക്കിയതാ. അത് പൊളിഞ്ഞുപോയി. അത് സുപ്രീം കോടതി ഈ കേസെടുത്ത് കൊട്ടയിലിടും. കാരണം അഫിഡവിറ്റ് കൊടുക്കും. അപ്പൊ ഇവരുടെ അനാസ്ഥ കൊണ്ട്, ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട്, ഇവരുടെ ദുർഭരണം കൊണ്ടാണ് കേരളത്തിൽ ഇത് സംഭവിച്ചത്. ഇവര് GST വകുപ്പിലുള്ളവരുണ്ടാവുമല്ലോ. എന്താ അവിടുത്തെ സ്ഥിതി? എത്ര പേര് വെറുതിരിക്കുക അവിടെ? ഒരു പണിയില്ല. അപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കുക, നിങ്ങളുടെ കാശ് തരാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞത്. സ്വർണത്തിന് 25 കൊല്ലം മുമ്പ് 4,000 രൂപയായിരുന്നു ഒരു പവന്. അപ്പൊ കിട്ടിയത് 500 കോടിയാണ് ടാക്സ് കിട്ടിയത്. ഇപ്പോ എത്ര? 55,000 രൂപയാണ് സ്വർണത്തിന്. 14 ഇരട്ടിയാണ്. സ്വർണത്തിന്റെ വിപണി കൂടി, അതായത് മാർക്കറ്റ് കൂടി. അപ്പൊ 7,000 കോടി മുതൽ 10,000 കോടി വരെ കിട്ടണമായിരുന്നു. എത്ര കിട്ടണമെന്നറിയാം ഇപ്പോ? പണ്ട് 25 കൊല്ലം മുമ്പ് കിട്ടിയിരുന്നാൽ. വേറെ വല്ല പണിക്കും പോകാൻ പാടില്ല ഇവർക്ക്. വേറെ വല്ല പണിക്കും, ഈ പണിക്ക് പറ്റൂല എന്നവർ തെളിയിച്ചു. ഈ പണിക്ക് പറ്റില്ല എന്ന് മറുപടി ഇല്ലല്ലോ. എന്നെ ധനകാര്യമന്ത്രി പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയൊന്നും. ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു, കേന്ദ്രത്തിൽ നിന്ന് IGST കിട്ടും. അതായത് അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിൽ നിന്നാണ് കിട്ടുന്നത്. കർണാടകത്തിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചാൽ അവിടെ നികുതി കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അവിടെ കൊടുത്തിരിക്കുന്ന നികുതി സ്റ്റേറ്റിന് റീഇംബേഴ്സ് ചെയ്യും. അത് റിട്ടേൺ കൊടുക്കണം കേന്ദ്രത്തിൽ. അതെങ്ങനെയാണെന്ന് അറിയാൻ പാടുള്ളത്. അതുകൊണ്ട് ഒരു കൊല്ലം 5,000 കോടി രൂപ വെച്ച് 5 കൊല്ലം കൊണ്ട് 25,000 കോടി രൂപ നിങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. അപ്പം ഞാൻ സാമ്പത്തിക വിദഗ്ധരല്ലാത്തതുകൊണ്ട് ഇവരെന്നെ കളിയാക്കി. വെറുതെ പറയാന്ന് പറഞ്ഞു. 25,000 കോടിയാ. ഏത് IGST എന്ന് ചോദിച്ചു. എൻ്റെ ഭാഗ്യത്തിന് 3 മാസം കഴിഞ്ഞപ്പോൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള നികുതി ഗവേഷണ കേന്ദ്രമാണ്, അവരുടെ റിപ്പോർട്ട് എന്താണെന്നറിയാമോ? ഒരു കൊല്ലം
5000 കോടി രൂപ IGSTയിൽ നഷ്ടപ്പെടുത്തുന്നു. ഇപ്പം 25,000 കോടി നഷ്ടമായത്. അപ്പോൾ ശരിയായില്ലേ? എക്സ്പെൻഡിച്ചർ കമ്മിറ്റി, ഇവർ വെച്ച കമ്മിറ്റിയാണ്, അവരുടെ റിപ്പോർട്ട് 25,000 കോടി നഷ്ടപ്പെടുത്തിയാണ്. അത് വെളിച്ചം കാണിച്ചില്ല, പുറത്ത് കാണിച്ചില്ല. ഇതാണ് സ്ഥിതി. ഇതിനല്ലേ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത്, അനാസ്ഥ എന്ന് പറയുന്നത്. ഒരു പണിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുവാണ്. വല്ലത് കിട്ടുമെന്ന് നോക്കിയിരിക്കുക. കമന്ന് വീണ കാപ്പണമായിട്ട് പൊങ്ങും. അതല്ലാതെ വേറെ ഒരു കാര്യത്തിലും താല്പര്യമില്ല. അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. മിനിയെന്ന ആരോഗ്യമന്ത്രി എന്തായിരുന്നു അവരുടെ അഹങ്കാരം? എന്താ പറയുന്നത്? ആരുടെ കൂടെ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരുടെ കൂടെയാണ്? ഒരു IC യൂണിറ്റിൽ വെച്ച് ഒരു സ്ത്രീ, ഒരു ജീവനക്കാരനാൽ അപമാനിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. അവരെ പരാതി കൊടുത്തു. 5 NGO യൂണിയൻകാർ പോയി അവരെ ഭീഷണിപ്പെടുത്താൻ. ഇവൻ NGO യൂണിയൻകാരനല്ലെന്ന് പറയണം. ഇപ്പൊ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് NGO യൂണിയന്റെ. അത് ആ പാനൂര് ബോംബ് പൊട്ടിയപ്പോൾ മാർക്സിസ്റ്റുകാരല്ല എന്ന് പറഞ്ഞ പോലെയുള്ളു. ഗൗരവമായിട്ട് എടുക്കണ്ട. പാനൂര് ബോംബ് പൊട്ടിയപ്പോൾ അത് ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞില്ല. ബോംബ് ഉണ്ടാക്കി നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞ പോലെയുള്ളത് NGO യൂണിയൻ. ഈ 5 NGO യൂണിയൻകാർ പോയി ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇവരുടെ മേലുദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്തു, ഇവരൊന്ന് ഭീഷണിപ്പെടുത്തി. അതിന് അവരെ 5 പേരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ വിരോധം തീർക്കാനാണ് ഇവരെ ട്രാൻസ്ഫർ ചെയ്തത്. ഹൈക്കോടതി ഉത്തരവ് കിട്ടിയിട്ടും ഈ ആരോഗ്യമന്ത്രി എന്താ പറഞ്ഞത്? നടപടിയെടുത്ത് മുന്നോട്ട് പോകുമെന്ന്. ആരുടെ കൂടെയാണ് നിങ്ങൾ? നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങനെ IC യൂണിറ്റിൽ വെച്ച് അപമാനിക്കപ്പെട്ട പൊടിയും തട്ടി വീട്ടിൽ പോകാൻ പറയുമോ? നിങ്ങൾ ഉപദേശിക്കുക. ഇവരൊക്കെ എന്തൊരു മനുഷ്യരാണ്! മനുഷ്യത്വം മരവിപ്പിച്ചു പോയ ആളുകൾ, അധികാരത്തിന്റെ അഹങ്കാര നിലയ്ക്ക് പിടിച്ച ആളുകൾ. അവര് കൂടെ ഞാൻ NGO അസോസിയേഷനെയും സംഘടനകളെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾ ആ സ്ത്രീയുടെ കൂടെ, അനിതയുടെ കൂടെ നിങ്ങൾ ഉറച്ചു നിന്നു. അവരാണ് അവിടെ സമരം നടത്തിയത്. അവരാണ് കഴിഞ്ഞ 6 ദിവസക്കാലം സമരം നടത്തി. അവരൊറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിന്നത് നിങ്ങളാണ്, സംഘടനക്കാരാണ്. അതിന്റെ മുമ്പിൽ കൂടി ഒരു നാണമില്ലാതെ NGO യൂണിയൻകാർ, ഞാൻ പോയപ്പോ ഞാൻ അവരെ കാണാൻ പോയി. നല്ല തിരക്കാണ്, ഇലക്ഷനായിട്ടാണ്. എങ്കിലും നമുക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു മാനസികമായൊരു പിന്തുണ അവർക്ക് കൊടുക്കണം. നമ്മുടെ സാന്നിധ്യം അവർക്കൊരു ആശ്വാസമാകുമെന്ന് കരുതി ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി പോയതാ. അപ്പൊ അതിന്റെ മുമ്പിൽ കൂടി NGO യൂണിയൻകാർ പ്രകടനം നടത്തുവാണ്. ഇവരൊക്കെ നാണമുണ്ടോ? പാവപ്പെട്ട കുറെ ആളുകൾ പേടിച്ചിട്ട് പോവാൻ കൂടെ ഇതിന്റെ മുമ്പിൽ വല്ല ട്രാൻസ്ഫർ ചെയ്താലൊന്ന് പേടിച്ചിട്ട് പാവങ്ങൾ പോവാൻ. ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അവരുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം എന്ത് പൊതുപ്രവർത്തകരാണ്, എന്ത് സാമൂഹ്യ പ്രവർത്തകരാണ്, എന്ത് സംഘടനക്കാരാണ്. ഇത് അവസാനം അവരുടെ മുന്നിൽ മുട്ടുമടക്കിയില്ലേ? തെരഞ്ഞെടുപ്പായതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഒന്നും കൂടി കടിച്ചു പിടിച്ച് നിന്നേനെ. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മുമ്പിൽ മുട്ടുമടക്കിയില്ലേ? മടക്കേണ്ടി വന്നില്ലേ? എന്താ ചെയ്തത്? ആദ്യം ന്യായീകരിക്കുക, എല്ലാവരും ന്യായീകരിക്കുക. ബോംബുണ്ടാക്കിയവനെയും ന്യായീകരിക്കുക, ഒരു കൊച്ചിനെ കോളേജ് ഹോസ്റ്റലിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെയും ന്യായീകരിക്കുക, ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ IC യൂണിറ്റിൽ വെച്ച് പീഡിപ്പിച്ചവനെയും ന്യായീകരിക്കുക. എന്തു തോന്നിയാസം കാണിച്ചാലും കൊട പിടിച്ചു കൊടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നത്. ഇതാണ് പരിപാടി. പിള്ളേരെ ചെടിച്ചട്ടി വെച്ചും കമ്പിവടി വെച്ചും തല്ലിയാൽ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, തുടരണം എന്ന് പറയുന്ന ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രി. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇയാളെ അധികാരത്തിന്റെ കസേരയിൽ നിന്ന്, ഈ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള സമരമാണ് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളം കഴിഞ്ഞ 1/2 നൂറ്റാണ്ട് കാലം കാണാത്ത സമരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. ഇത് നമുക്ക് ഫാസിസത്തിനെതിരായ ഉജ്ജ്വലമായ പോരാട്ടമാണ്. ഫാസിസത്തെ തോപ്പിക്കാൻ, വർഗീയതയെ കുഴിച്ചു മൂടാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കണം. അതിപ്പോ BJP തോപ്പിക്കുമെന്ന് പറയണം. ആകെ മത്സരിക്കുന്ന 18 സീറ്റിലേക്ക്. എന്റെ CPM-കാര് ഇന്ത്യയിൽ 540 സീറ്റുണ്ട് ലോകസഭയിൽ. അതിൽ 18 സീറ്റിലേക്ക് മത്സരിക്കുന്നുള്ളു. ബംഗാളിലെ കൂട്ടണ്ട, അവിടെ 5-ാം സ്ഥാനത്ത് 6-ാം സ്ഥാനത്തൊക്കെ പോവുള്ളൂ. ആകെ കേരളത്തിൽ 15, തമിഴ്നാട്ടിൽ 2, രാജസ്ഥാനിൽ 1. അതൊക്കെ വെറുതെ മത്സരിക്കും, ചുമ്മാ നോമിനേഷൻ കൂടെ. 18 ശരിക്കും. എന്നിട്ട് മാനിഫെസ്റ്റോ ഇറക്കി പറയാം, ഞങ്ങൾ പൗരത്വ നിയമം പിൻവലിക്കും. ആരധികാരത്തിൽ വന്ന
തൊലിക്കെട്ടി സമ്മതിക്കണം. 18 പേരെ മത്സരിപ്പിച്ചിട്ട് മാനിഫെസ്റ്റോ ഇറക്കി ഞങ്ങൾ അധികാരത്തിൽ വന്ന സമ്മതിക്കണം. എന്നിട്ട് പറയും നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ അതില്ലല്ലോ. ഇത്രയും തൊലിക്കെട്ടി ഞാൻ ആർക്കും കണ്ടിട്ടില്ല.